ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഫിറ്റിംഗ് സെക്ഷനിൽ സിംഗിൾ ഡൗട്ടൈൽ ഫിറ്റ് അത് നമ്മൾ എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ആംഗിൾ ശരിയാക്കുന്നു, സർഫസ് ശരിയാക്കുന്നു, ചോക്ക് അപ്ലൈ ചെയ്യുന്നു, അതിനുശേഷം മാർക്ക് ചെയ്യുന്നു. സിംഗിൾ ഡൗട്ടൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്നാമത്തെ വർക്കാണ്. അതിൽ കുറച്ച് പ്രയാസമുള്ള വർക്കാണ് അതിൽ വരുന്നത്. അതായത് ടീയുടെ ജസ്റ്റ് വൺ സൈഡ്, അതായത് ഒരു 70 ഡിഗ്രി ആംഗിൾ വരും. നമ്മൾ ഈ ഭാഗത്ത് ഒരു പ്രാവിൻ്റെ ചിറക് പോലെ നമുക്ക് ഇപ്പുറത്ത് ഒരു ചെറിയൊരു ആംഗിൾ വരും, 70 ഡിഗ്രി. അതാണ് നമ്മൾ സിംഗിൾ ഡൗട്ടൈൽ പറയുന്നത്. ടീ തന്നെ വർക്ക് നമ്മൾ ടീ ചെയ്തതാണ്. ഇത് ജസ്റ്റ് വ്യത്യാസമായിട്ട് നമ്മൾ കുറച്ചൊരു മാർക്കിംഗ് വേണം. അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്ന നോക്കാം. നമ്മൾ അതിൻ്റെ വർക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അത് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ തേർഡ് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. തേർഡ് എക്സ്പെരിമെൻറ്റ് ഏതാണ്? സിംഗിൾ ഡൗട്ടൈൽ ഫിറ്റ്. നമ്മൾ ഫസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഏറ്റവും ടോപ്പിൽ വന്ന് ലാൻഡ് ചെയ്തു. ലാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന അളവ് എത്രയെന്ന് നോക്കണം. 64.5. അതിൻ്റെ പകുതി എടുക്കണം. എത്രയാണ് 64ൻ്റെ പകുതി? 32.25. അത് കറക്റ്റ് കിട്ടുന്നുണ്ടോ നോക്കാം. 32.25 വരുന്നുണ്ടോ നോക്കാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ആ മാർക്കിംഗ് കറക്റ്റാണോ എന്ന് നോക്കാം. ചെറിയ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ആക്കാം. അതിന് ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് വർക്ക് ചെയ്യിക്കാം. ഇപ്പോൾ നമ്മൾ കറക്റ്റ് സെൻറ്റർ ലൈൻ കണ്ടുപിടിച്ചു. അതിനുശേഷം 30 എന്ന അടയാളം നമുക്ക് എടുക്കാം. അതായത് 3 സെൻറ്റിമീറ്റർ 30 എടുക്കുന്നു. നമ്മൾ 30 എടുത്തു കഴിഞ്ഞു, അതായത് 3 സെൻറ്റിമീറ്റർ. ഇനി 15 സെൻറ്റിമീറ്റർ എടുക്കണം. 15 mm, അതായത് 1.5 സെൻറ്റിമീറ്റർ, അതായത് 15 mm. ശ്രദ്ധിക്കാം, 15 mm. തിരിച്ചു വയ്ക്കാം. കറക്റ്റായിട്ട് വെർനിയർ ഹൈറ്റ് വെച്ച് കറക്റ്റായി ബ്ലേഡ് കറക്റ്റായിരിക്കണം. ഇതുപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? നേരെ പാരലൽ സൈഡിൻ്റെ മുകളിൽ പോയിട്ട് ലാൻഡ് ചെയ്യുന്നു. ലാൻഡ് ചെയ്യുമ്പോൾ കറക്റ്റ് അളവ് നമുക്ക് കിട്ടണം. ഓക്കെ. ഉണ്ട്. 50ൻ്റെ പകുതി എടുക്കണം. എത്രയാണ് 50ൻ്റെ പകുതി? എത്രയാണ്? 25. ലേശം ജാസ്തി വയ്ക്കാം. സെൻറ്റർ ശരിയാണെന്ന് ചെക്ക് ചെയ്യാം. വേരിയേഷൻ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ പാരലിൻ്റെ കറക്റ്റ് സെൻറ്റർ ലൈൻ വരച്ചു. ഇനി നമ്മൾ ഇവിടുന്ന് എത്ര എടുക്കണം എന്ന് നമ്മൾ നോക്കണം. അതായത് സിംഗിൾ ഡൗട്ടൈൽ. ആദ്യം നമ്മൾ സെൻട്രൽ ലൈൻ നോക്കാം. 25. നമ്മൾ 25 സെൻട്രൽ ലൈൻ കിട്ടിയ അതിന്ന് 10 കുറക്കണം. 15 എടുക്കുക. ഓക്കെ. 15 എന്ന് പറഞ്ഞാൽ ലൈൻ കറക്റ്റായിട്ട് വരയ്ക്കാം. ടീ വരയ്ക്കുന്ന പോലെ തന്നെ നമ്മൾ കറക്റ്റ് സെറ്റായിരിക്കണം. 15 എടുക്കുക. അവിടുന്ന് സിംഗിൾ ഡൗട്ടൈലിൻ്റെ നമ്മൾ എത്ര പോകണം? 5 കുറയണം അല്ലേ? അപ്പോൾ 10 എടുക്കാം. ഓക്കെ. ഇവിടെ നമ്മൾ സിംഗിൾ ഡൗട്ടൈലിൻ്റെ ഇത് മെയിൽ പീസ്, ഇത് ഫീമെയിൽ പീസ്, ഇത് എ പീസ്, ഇത് ബി പീസ്. ഇതിൽ നമ്മൾ ഇവിടെ നിന്ന് ഒരു ലൈൻ ഇങ്ങോട്ട് വരയ്ക്കണം, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കണം. അതിൻ്റെ സിംഗിൾ ഡൗട്ടൈൽ കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ.
സ്ക്രൈബർ ഉപയോഗിക്കുന്നു. സ്ക്രൈബർ ഉപയോഗിച്ച് നമ്മൾ കറക്റ്റായിട്ട് വരയ്ക്കുന്നു. വർക്ക് പീസ് കറക്റ്റായിട്ട് പിടിക്കുക. സ്കെയിൽ കറക്റ്റ് സെൻട്രൈസ് ചെയ്തിട്ട് വരയ്ക്കുക. ഇവിടെ നമ്മൾ സ്ക്രൈബർ തന്നെ ഉപയോഗിക്കണം. ഇവിടെ നമ്മൾ മാർക്കിംഗ് നമ്മളെ കഴിഞ്ഞു. ഇനി നമ്മൾ പഞ്ചിങ് പ്രോസസ്സിലേക്ക് പോകുന്നു. നമ്മൾ ആൻവിലിൻ്റെ മുകളിൽ വെച്ച് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ സിംഗിൾ ഡൗട്ടൈലിൻ്റെ വർക്ക് പീസ്, പ്ലെയിൻ വർക്ക് പീസ്, അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സിംഗിൾ ഡൗട്ടൈൽ ആദ്യം മെയിൽ പീസ് മാർക്ക് ചെയ്യുന്നു, എ പീസ്. സ്റ്റുഡൻസ്, നമ്മളിവിടെ എ പീസ്, അതായത് സിംഗിൾ ഡൗട്ടൈലിൻ്റെ ഫസ്റ്റ് പീസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സെൻട്രൽ ലൈൻ കീപ്പ് ചെയ്യണം. സെൻട്രൽ ലൈൻ കറക്റ്റായിരിക്കണം, കറക്റ്റ് ലൈനിൽ വരണം. അതിനുശേഷം ബി പീസിലേക്ക് വരാം. ഇവിടെ ശ്രദ്ധിക്കുക, സിംഗിൾ ഡൗട്ടൈലിൻ്റെ മാർക്കിംഗ്, ഇത് പഞ്ചിങ് ഇതുപോലെ വരും, ഇത് ഇവിടെ വരും, ഇവിടെ അവസാനിക്കും. സെൻട്രൽ ലൈൻ മാർക്കിംഗ് ഇങ്ങനെ വരും. സിംഗിൾ ബി പീസിൻ്റെ വർക്ക്, അതായത് ഫീമെയിൽ പീസിൻ്റെ ഇങ്ങനെ വരും. ഓക്കെ, ഇവിടെ നമ്മൾ ഇവിടെ വേണ്ട, ഇതിൻ്റെ ഉള്ളിൽ വേണ്ട. അതിനുശേഷം ഈ പീസ് കറക്റ്റ് ജോയിൻ ചെയ്യും. ഇതാണ് നമ്മൾ മൂന്നാമത്തെ വർക്ക്. കറക്റ്റ് മെഷർമെൻറ്റിലാവണം, പ്രത്യേകം ശ്രദ്ധിക്കണം, മെഷർമെൻറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ വർക്ക് ഫിനിഷ് ആവും. ഓക്കെ, സിംഗിൾ ഡൗട്ടൈലിൻ്റെ വർക്ക് പീസ് നമ്മൾ ഡ്രില്ല് ചെയ്യാൻ പോവുകയാണ്. അതായത് ഇത് പ്ലെയിൻ വർക്ക് പീസിൽ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ 1, 2, 3, 4 ഹോള് ഡയ, 3 എമൗണ്ട് ഡയ ഹോള് വേണം. ഓക്കെ, അത് നമ്മൾ ചെയ്യാൻ പോകുന്നു. വർക്ക് പീസ് ഡ്രിൽ പിറ്റിൻ്റെ മുകളിൽ, ഡ്രിൽ മെഷീൻ്റെ മുകളിൽ പിടിപ്പിച്ചു, പ്ലെയിൻ മെഷീൻ ബേസിൽ പിടിപ്പിച്ചു. അതിനുശേഷം നമ്മൾ ഡ്രിൽ ചെയ്യാൻ പോകുന്നു. 4 ഹോൾ ഡ്രിൽ ചെയ്യണം. അതിൽ ഫസ്റ്റ് ഹോൾ, സെക്കൻഡ് ഹോൾ, കൂളൻ്റ് കുറച്ച് കൊടുക്കുക. സിംഗിൾ ഡൗട്ടൈലിൽ എ പീസിൽ ബി പീസിൽ 4 ഹോളുകൾ നമ്മൾ ഡ്രിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയിൻ ഡ്രിൽ അടിക്കണം. ചെയിൻ ഡ്രിൽ അടിക്കുന്നത് ബി പീസ്, അതായത് ഫീമെയിൽ പീസിൽ ഒരു 4 ഹോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ അടിക്കും. 4-5 ഹോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ അടിക്കാൻ പോകുന്നു. ഓക്കെ, അതെങ്ങനെയെന്ന് കാണിച്ചു തരാം. ഡെസ്റ്റോൺസ് നമ്മൾ ചെയിൻ ഡ്രില്ലിലേക്ക് കിടക്കുകയാണ്. അതായത് ഇവിടെ നമ്മൾ സിപ്പ് ചെയ്ത് കളയാനാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ പീസ് നമുക്ക് വേണ്ട ഭാഗം നമ്മൾ ഡ്രിൽ ചെയ്ത് കളയാണ്.
ഇവിടെ നമ്മൾ സെൻറ്റർ ആദ്യം കട്ട് ചെയ്യുന്നു, 2 പീസാക്കുന്നു. സിംഗിൾ ഡൗട്ടൈലിൻ്റെ വർക്ക് പീസിൻ്റെ സെൻറ്റർ കട്ട് ചെയ്യുന്നു. വർക്ക് പീസ് 2 പീസാക്കി ആക്സോ കട്ട് ചെയ്ത ശേഷം നമ്മൾ വർക്ക് പീസ് 2 പീസാക്കി. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇവിടേക്ക് ആക്സോ കട്ട് ചെയ്യുന്നു, ഇവിടുന്ന് ഇവിടേക്ക് ആക്സോ കട്ട് ചെയ്യുന്നു. ഈ ഭാഗം ചിപ്പ് ചെയ്ത് കളയുന്നു. ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നു, ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നു. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ആക്സോ കട്ട് ചെയ്യുന്നു, ഇവിടുന്ന് ഇതുവരെ നമ്മൾ കട്ട് ചെയ്യുന്നു. ഡൗട്ടൈലിൻ്റെ അതായത് ബി പീസിൻ്റെ ഉൾഭാഗം നമ്മൾ കട്ട് ചെയ്യുന്നു. ഫീമെയിൽ പീസിൻ്റെ ഇവിടെ ആക്സോ സ്റ്റാർട്ട് ചെയ്യുന്നു. മെയിൽ പീസിൻ്റെ പഞ്ചിമാർക്ക് നോക്കണം. ആദ്യം പഞ്ചിമാർക്ക് കറക്റ്റാണോ നോക്കണം. പഞ്ചിമാർക്ക് കട്ട് ചെയ്യാൻ തുടങ്ങുന്നു. ഒരു mm ഓളം വിട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതിന് ശേഷം ഈ ഭാഗം കട്ട് ചെയ്യാം. ചെറിയ ടാപ്പറുള്ള ഭാഗമാണ്, അപ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ മെയിൽ പീസിൽ അതായത് ഡൗട്ടൈൽ പീസിൽ നമ്മൾ ഇവിടെ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇത് കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ തുടങ്ങുന്നു. ഈ കട്ടിങ് ഇതുവരെ വരും. ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്യും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്യും. കറക്റ്റായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ തെറ്റാതെ കറക്റ്റായിട്ട് വയസ്സ് പിടിപ്പിക്കുന്നു. അതിനുശേഷം കട്ട് ചെയ്യാൻ തുടങ്ങും. ടാപ്പറുള്ള സൈഡ് ആദ്യം കട്ട് ചെയ്യാൻ തുടങ്ങാം. മെയിൽ പീസ് അതായത് ഡൗട്ടൈലിൻ്റെ എ പീസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫയൽ ചെയ്യണം. അളവനുസരിച്ച് അളവ് നമ്മൾ ചെക്ക് ചെയ്യണം. ഇതിൽ കുട്ടികൾ ശ്രദ്ധിക്കാം, ഇവിടെ 30 ആവണം, 1/2 mm കൂടി പോകണം. ഇവിടെ 15, ഇവിടെ 15. നമ്മൾ ഈ ഹോളുകൾ തുറക്കണം. അപ്പോൾ തുറക്കാൻ വേണ്ടി നമ്മൾ ആക്സോ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് അതുപോലെ ഇപ്പോൾ ഇനി ഈ പഞ്ചിമാർക്ക് അനുസരിച്ച് നമ്മൾ ഫയൽ ചെയ്ത് വരുന്നു. ടാപ്പർ ശ്രദ്ധിക്കാം. ഇനി ഈ ഭാഗം ചെയ്യാം. പീസ് എടുത്തു, സിംഗിൾ ഡൗട്ടൈലിൻ്റെ ബി പീസ്. അത് നമ്മൾ ചിപ്പ് ചെയ്ത് കളയണം. ചെയിൻ ഡ്രിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചിപ്പ് ചെയ്ത് കളയുന്നു. ചിപ്പിംഗ് പ്രോസസ്സാണ് നമ്മൾ ടി ഫിറ്റിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആക്സോ കട്ട് ചെയ്തു, ഇവിടെ ആക്സോ കട്ട് ചെയ്തു. അതിനുശേഷം ഇത് ചിപ്പ് ചെയ്ത് കളയുന്നു. ഓക്കെ, ചിപ്പ് ചെയ്ത് കളഞ്ഞു. ഇത്രയും പോർഷൻ ചെയിൻ ഡ്രിൽ ചെയ്ത് കഴിഞ്ഞു. ഇത് നമ്മൾ ഇവിടെ ഫയൽ ചെയ്യണം, ഇവിടെ ഫയൽ ചെയ്യണം, ഇവിടെ ഫയൽ ചെയ്യണം. ഓക്കെ, ആ പ്രോസസ്സും കൂടി കാണിച്ചു തരാം. പീസ് അതായത് ബി പീസ് നമ്മൾ ഇതിൽ പിടിക്കാൻ പോകുന്നു. ശ്രദ്ധിക്കുക, അളവുകൾ നോക്കാം. പോണ്ട അളവുകൾ ഇവിടെ 31 ഉണ്ട്, ഇവിടെ 18 ഉണ്ട്, 31, 32 ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ പോകണം, ഇവിടെ പോകണം, ഇവിടെ പോകണം, ഇവിടെ പോകണം, ഇവിടെ പോകണം. 1, 2, 3, 4, 5 ഭാഗങ്ങൾ പോകണം. ഫയലിംഗ് തുടങ്ങുന്നു. നല്ല ഫയൽ നോക്കിയെടുക്കാം. ട്രയാങ്കിളാണ് കൂടുതൽ അഭികാമ്യം. ട്രയാങ്കിൾ കൊടുക്കാം.
ഇങ്ങനത്തെ ഭാഗത്ത് ഫ്ലാറ്റ് ഫയൽ ഉപയോഗിക്കാം, ഉള്ളിൽ ട്രയാങ്കിൾ ഉപയോഗിക്കാം, ഇങ്ങനത്തെ ഭാഗത്തും ട്രയാങ്കിൾ ഉപയോഗിക്കണം, അല്ലെങ്കിൽ നൈഫ് എഡ്ജ് ഫയൽ ഉപയോഗിക്കണം. ഫയൽ ചെയ്ത് പോകണം. ഇനിയും കുറച്ചുകൂടെ ഫയൽ ചെയ്ത് പോകാനുണ്ട്. അപ്പോൾ നമ്മൾ ഫയൽ കണ്ടിന്യൂഷൻ ചെയ്യുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഫയൽ ചെയ്ത് പോകുന്നു. ട്രയാങ്കിൾ ഫയൽ എടുക്കുന്നു. കുട്ടികൾ, ഡിയർ സ്റ്റുഡൻസ്, ഇതാണ് വർക്ക് പീസിൻ്റെ പകുതി കഴിഞ്ഞ രൂപങ്ങൾ. അതായത് ഇത് മെയിൽ പീസ്, ഫീമെയിൽ പീസ്. ഇനി നമ്മൾ കുറച്ചുകൂടി ഫയൽ ചെയ്ത് പോകാൻ പോവാണ്. അതിനുശേഷം അത് ജോയിൻ ചെയ്തു. എക്സ്പെരിമെൻറ്റ് നമ്പർ 3, സിംഗിൾ ഡൗട്ടൈൽ ഫിറ്റ്. 30 mm ഉണ്ടോ? ഇവിടെ 15, ഇവിടെ 15. ഓക്കെ. അപ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ച് വേണം പരീക്ഷയ്ക്ക് ചെയ്യാൻ. ഈ വർക്ക് സിലബസിലുള്ള വർക്കാണ്. 30 mm, 15, 15. ഓക്കെ. 15 mm, 30 mm. ഇത് ജോയിൻ ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ തേർഡ് വർക്ക് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നു.